എല്ലാ ഭക്തജനങ്ങൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും കരുതാറുണ്ട് വലിയ പൂജകളും കൈനിറയെ പണവും വിലപിടിപ്പുള്ള സമർപ്പണങ്ങളും ചെയ്താൽ മാത്രമേ ദൈവം സന്തോഷിക്കൂ എന്ന്. ചിലർ ദൈവത്തിനു മുന്നിലെത്തുമ്പോൾ അത്യുജ്വലമായ ദീപപൂജകൾ, വിലയേറിയ വസ്തുക്കൾ, തങ്കത്താൽ പൊതിഞ്ഞ ആഭരണങ്ങൾ എന്നിവ ഒരുക്കിയിരിക്കാറുണ്ട്. അതൊരിക്കലും തെറ്റ് എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിന്നും ഒരംശം ആദരവോടെ ദൈവത്തിന് നൽകുന്നത് തെറ്റല്ല. പക്ഷേ ദൈവഭക്തി എന്നത് അതുകൊണ്ട് മാത്രം മതിയാകുന്നില്ല. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സമ്പാദ്യങ്ങളോ വസ്തുക്കളോ അല്ല. ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥതയും വിശ്വാസവുമാണ്. കൊട്ടാരത്തിൽ താമസിക്കുന്ന ഒരു ഭക്തൻ സമർപ്പിക്കുന്ന സ്വർണത്തിൽ പൊതിഞ്ഞ ആഭരണവും കുടിലിൽ താമസിക്കുന്ന ഭക്തൻ സമർപ്പിക്കുന്ന പൂമാലയും ദൈവത്തിനു മുൻപിൽ ഒന്നുതന്നെയാണ്. ആരായിരുന്നാലും അത് നൽകുവാനുള്ള ഹൃദയമാണ് ഏറ്റവും വലുത്. ആ ഹൃദയത്തിൽ ഭക്തിയുണ്ടെങ്കിൽ ആ പൂവ് ദൈവത്തിന് സ്വർണമായി തോന്നും. പക്ഷേ പുറത്തുവൻ സമർപ്പണം കാണിച്ചാലും അകത്ത് വിനയവും സ്നേഹവുമില്ലെങ്കിൽ ദൈവം ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കില്ല. ദൈവം കണ്ണുകൊണ്ട് കാണുന്നില്ല, അവൻ ഹൃദയത്തിലൂടെ അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഭക്തിയുടെ യഥാർത്ഥ അളവുകോൽ നമ്മുടെ ഉള്ളിലെ ആത്മാർത്ഥത തന്നെയാകുന്നത്. ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം, യഥാർത്ഥ ഭക്തരിൽ ദൈവം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന്. 1. ദൈവം നോക്കുന്നത് ഭക്തിയുടെ ആത്മാർത്ഥതയാണ്. ദൈവത്തിനു മുന്നിൽ നമുക്ക് എന്താണ് സമർപ്പിക്കാൻ കഴിയുന്നത് എന്നതിലല്ല കാര്യം. നമ്മൾ സമർപ്പിക്കുന്നതിന്റെ പിന്നിൽ എത്രത്തോളം സ്നേഹവും ആത്മാർത്ഥതയും അടങ്ങിയിട്ടുണ്ട് എന്നതിനാണ് പ്രാധാന്യം. ഭക്തി നിറഞ്ഞ മനസ്സോടെ ചെയ്യുന്ന എന്തു ചെറിയ കാര്യവും ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്. അവയിലടങ്ങിയിരിക്കുന്ന ഭക്തി സത്യസന്ധമാകുമ്പോൾ അവ ദൈവത്തിന് മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതായി മാറും. ഭക്തിപൂർവം സമർപ്പിക്കുന്ന ഒരു ഇലയ്ക്കും പൂവിനും ഒരു തുള്ളി വെള്ളത്തിനും തുല്യസ്ഥാനമാണ് ലഭിക്കുന്നത്. ഇതിൽ നിന്ന് ദൈവം നമ്മോട് പറയുന്നു, ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിന്റെ സ്നേഹവും ആത്മാർത്ഥതയും മാത്രമാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിലെ ഭക്തിയെ കാണുന്നു, നൽകുന്ന സമർപ്പണത്തെയല്ല. മനസ്സിൽ സ്നേഹവും ഭക്തിയും നിറഞ്ഞാൽ നമ്മൾ നടത്തുന്ന ചെറിയ പ്രാർത്ഥന പോലും മഹാപൂജകളായി മാറും. 2. ദൈവം വിനയമുള്ളവരെ സ്വീകരിക്കുന്നു. യഥാർത്ഥ ഭക്തൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്, പ്രദർശിപ്പിക്കുന്നവനല്ല. അവന്റെ ഭക്തി ശബ്ദത്തിലും കാഴ്ചയിലുമല്ല, മനസ്സിന്റെ ശാന്തിയിലും വിനയത്തിലുമാണ്. അവനൊരിക്കലും ദൈവത്തെ ഭയപ്പെടുന്നവനല്ല, എന്നാൽ ദൈവത്തെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കാണുന്നവനാണ്. ഭക്തി എന്നത് വിശേഷ ദിവസങ്ങളിൽ മാത്രം ദൈവത്തോടുണ്ടാകുന്ന ബന്ധം മാത്രമല്ല, അത് മറ്റു മനുഷ്യരോടുള്ള സൗമ്യതയും കരുണയും നിറഞ്ഞ ജീവിതവുമാണ്. വിനയമുള്ളിടത്ത് ദൈവസാന്നിധ്യം സ്വാഭാവികമായി ഉണ്ടാകും. കാരണം ദൈവം വിനയമുള്ള ഹൃദയത്തിലേ വസിക്കൂ. അഹങ്കാരം നിറഞ്ഞിടത്ത് ഭക്തി നിലനിൽക്കില്ല. പക്ഷേ വിനയം നിറഞ്ഞിടത്ത് ദൈവം തന്നെ സംസാരിക്കും. യഥാർത്ഥ ഭക്തൻ തനിക്കുണ്ടായിരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുന്നവനാണ്. അവനൊരിക്കലും അഹങ്കരിക്കുന്നവനല്ല. അവൻ എപ്പോഴും തിരിച്ചറിയുന്നു ദൈവത്തിനു മുമ്പിൽ അവൻ എത്രത്തോളം ചെറിയവനെന്ന്. അവനതിൽ സന്തോഷം കണ്ടെത്തുന്നു. 3. യഥാർത്ഥ ഭക്തൻ ജീവിതത്തിൽ ധർമ്മം പാലിക്കുന്നവനാണ്. ഭക്തി എന്നത് ക്ഷേത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അത് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും പ്രതിഫലിക്കേണ്ടതാണ്. യഥാർത്ഥ ഭക്തൻ സത്യത്തിൽ ഉറച്ചു നിൽക്കും, കള്ളം പറയില്ല, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ ശ്രമിക്കും. അവൻ തിരിച്ചറിയുന്നു ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം മനുഷ്യനെന്ന നിലയിൽ ധർമ്മം പാലിക്കുകയാണെന്ന്. ഒരാൾക്ക് ഒരു തുണയായി നിൽക്കുമ്പോഴും വിഷമത്തിലായവരെ ആശ്വസിപ്പിക്കുമ്പോഴും അതിൽ നമുക്ക് ദൈവസേവനമുണ്ടാകും. അപ്പോൾ നമ്മിൽ ദൈവസാന്നിധ്യമുണ്ടാകുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് മനസ്സിൽ കരുണയും ജീവിതത്തിൽ സത്യവും നിറഞ്ഞ ഒരു ഭക്തനെയാണ്. അതാണ് യഥാർത്ഥ ഭക്തന്റെ മുഖമുദ്ര. 4. ഭക്തൻ ദൈവത്തെ പുറത്തു മാത്രമല്ല അകത്തും കാണുന്നു. യഥാർത്ഥ ഭക്തൻ ദൈവത്തെ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിലോ ചിത്രത്തിലോ മാത്രം കാണുന്നവനല്ല. അവൻ മനസ്സിലാക്കുന്നു ദൈവം പുറത്തല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. നമ്മുടെ ഓരോ നല്ല ചിന്തയിലും ഓരോ കരുണ നിറഞ്ഞ പ്രവൃത്തിയിലും ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നു. അവൻ മറ്റുള്ളവരെ കാണുമ്പോഴും അവരിലും ദൈവത്തെ കാണാൻ പഠിക്കുന്നു. ഒരു പുഞ്ചിരിയിലും ഒരു അമ്മയുടെ ത്യാഗത്തിലും ഒരു സുഹൃത്തിന്റെ സത്യസന്ധതയിലും അവൻ ദൈവത്തെ അനുഭവിക്കുന്നു. യഥാർത്ഥ ഭക്തന് ഭക്തി എന്നതൊരു ആചാരമല്ല, ഒരു ജീവിതശൈലിയാണ്. അവൻ കേവലം ദൈവത്തെ നമസ്കരിക്കുന്നതിൽ മാത്രമല്ല, ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവികളോടും ബഹുമാനം കാണിക്കുന്നതിലും ഭക്തിയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവൻ തിരിച്ചറിയുന്നു
ദൈവത്തെ കണ്ടെത്താനുള്ള യാത്ര ക്ഷേത്രത്തിലേക്ക് പോകുന്നതല്ല, സ്വന്തം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുന്നതാണ്. ഇതിൽ നിന്നെല്ലാം അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സത്യമാണ്. എത്ര പുഷ്പം കൊണ്ടുവന്നു, എത്ര ദീപം തെളിച്ചു, എത്ര പണം ചെലവാക്കി എന്നതല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് നമ്മുടെ മനസ്സിന്റെ നിഷ്കളങ്കത, ഹൃദയത്തിലെ സത്യസന്ധത, മറ്റുള്ളവരോടുള്ള സ്നേഹം, സ്വാർത്ഥതയില്ലാത്ത മനസ്സ്. ഇവയെയാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കണം. വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണണം. സഹജീവികളോട് ദയ കാണിക്കണം. നമ്മളെ സ്നേഹിക്കുന്നവരെ ആത്മാർത്ഥമായി തിരിച്ചു സ്നേഹിക്കണം. ദൈവം ക്ഷേത്രത്തിലല്ല, നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയാണ് ഏറ്റവും വലുത്. അതിനാൽ ഭക്തി പ്രകടിപ്പിക്കാൻ പൊന്നോ പണമോ വേണ്ട. മനസ്സിൽ നിന്നുള്ള സത്യസന്ധമായ കൃഷ്ണ എന്ന വിളി മാത്രം മതി. നമ്മുടെ ഹൃദയം ഭക്തിയാൽ നിറഞ്ഞിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഒരിക്കലും വിട്ടുപോകില്ല. ഓം നമോ നാരായണായ. ഈ സന്ദേശത്തിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കൂ. നിങ്ങളെപ്പോലെ അവർക്കും ആശ്വാസവും ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കട്ടെ. ഹൃദയത്തിൽ ഭക്തി നിലനിർത്തുക. ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിക്കുക.